ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ തർക്കങ്ങളും സൈനിക ഏറ്റുമുട്ടലുകളും മധ്യപൂർവേഷ്യൻ മേഖലയെ വീണ്ടും വലിയൊരു ആശങ്കയുടെ നിഴലിലാക്കിയിരിക്കുകയാണ്. സമീപകാലത്ത് ഇറാൻ പുറത്തെടുത്ത അത്യാധുനിക മിസൈൽ തന്ത്രങ്ങളും ആക്രമണ രീതികളും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയും ആസൂത്രണങ്ങളെയും കണക്കുകൂട്ടലുകളെയും പൂർണ്ണമായും തെറ്റിക്കുന്നതായിരുന്നു. പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലാണ് ഇറാൻ തങ്ങളുടെ പുതിയ തലമുറ മിസൈലുകളും ഡ്രോണുകളും വിന്യസിച്ചിരിക്കുന്നത്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് അവകാശപ്പെടുന്ന വിപുലമായ വ്യോമ പ്രതിരോധ നിരയെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ ഇറാന് സാധിച്ചു എന്നത് ആഗോള സൈനിക വിദഗ്ധരെ ഒന്നടങ്കം ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അമേരിക്കൻ സൈനിക വിഭാഗത്തിന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായ താഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ ആക്രമണ തന്ത്രങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടപ്പെട്ടു എന്നത് ചെറിയൊരു വിഷയമല്ല. അന്തരീക്ഷത്തിന്റെ ഉയർന്ന തലങ്ങളിൽ വെച്ച് തന്നെ ശത്രു മിസൈലുകളെ കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള താഡ് സംവിധാനത്തിന് പോലും ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങളെ പൂർണ്ണമായി ചെറുക്കാൻ സാധിച്ചില്ലെന്നതാണ് പുറത്തുവരുന്ന വിലയിരുത്തലുകൾ. ഇറാൻ ഉപയോഗിച്ച ഹൈപ്പർസോണിക് വേഗതയുള്ള മിസൈലുകളും ഒരേ സമയം പല ദിശകളിൽ നിന്ന് തൊടുത്തുവിടുന്ന സാച്ചുറേഷൻ ആക്രമണ രീതിയുമാണ് അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയെ പരിധിക്ക് പുറത്താക്കിയത്. റഡാറുകളുടെ കണ്ണു വെട്ടിക്കാനും വളരെ കുറഞ്ഞ ഉയരത്തിൽ അതിവേഗത്തിൽ സഞ്ചരിക്കാനും സാധിക്കുന്ന മിസൈലുകൾ താഡ് റഡാറുകളുടെ പ്രതികരണ സമയത്തെ ഗണ്യമായി കുറച്ചു. ടാർഗറ്റ് ഡിസ്ട്രോയിഡ് അല്ലെങ്കിൽ ലക്ഷ്യം പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു താവളത്തിനോ മിസൈൽ കേന്ദ്രത്തിനോ ഏറ്റ പ്രഹരം മാത്രമല്ല വ്യക്തമാക്കുന്നത്. മറിച്ച് പതിറ്റാണ്ടുകളായി മേഖലയിൽ അമേരിക്ക നിലനിർത്തിപ്പോന്ന സമാനതകളില്ലാത്ത സൈനിക മേധാവിത്വത്തിനും സുരക്ഷാ കവചത്തിനും മേൽ ഏൽപ്പിക്കപ്പെട്ട വലിയൊരു വിള്ളൽ കൂടിയാണ്. മിസൈലുകൾ അയക്കുന്നതിന് തൊട്ടു മുൻപ് നടത്തുന്ന വ്യാജ നീക്കങ്ങളും വൻതോതിലുള്ള ഡ്രോൺ കൂട്ടങ്ങളും പ്രതിരോധ സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറാൻ ഉപയോഗിച്ചു. വ്യാജ ലക്ഷ്യങ്ങളിലേക്ക് വിലയേറിയ അമേരിക്കൻ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ചെലവഴിക്കാൻ ഇത് വഴിവെച്ചു. തുടർന്നെത്തിയ യഥാർത്ഥ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധ നിരകളെ തുളച്ചു കയറി ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുകയാണ് ഉണ്ടായത്. ഇറാന്റെ തദ്ദേശീയ മിസൈൽ സാങ്കേതിക വിദ്യ കൈവരിച്ച വൻ വളർച്ചയെയാണ് ഈ നീക്കങ്ങൾ കാണിക്കുന്നത്. ഉപരോധങ്ങളും അന്താരാഷ്ട്ര വിലക്കുകളും നിലനിൽക്കെ തന്നെ കൃത്യതയുള്ളതും അതിവേഗം ലക്ഷ്യത്തിലെത്തുന്നതുമായ മിസൈലുകൾ വികസിപ്പിച്ചെടുക്കാൻ ഇറാനിലെ സൈനിക ഗവേഷകർക്ക് സാധിച്ചു എന്നത് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. വ്യോമാക്രമണ പ്രതിരോധ രംഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ കൈവശമുണ്ടെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ ഈ അപ്രതീക്ഷിത ആക്രമണ ശൈലി വലിയ തിരിച്ചടിയാണ് നൽകിയത്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പ്രധാന സൈനിക താവളങ്ങളുടെയും സഖ്യരാഷ്ട്രങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. ഈ സംഭവങ്ങൾ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കിടയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അമേരിക്കൻ സുരക്ഷാ കവചത്തെ മാത്രം വിശ്വസിച്ച് നിലകൊണ്ടിരുന്ന പല മധ്യപൂർവേഷ്യൻ രാഷ്ട്രങ്ങളും തങ്ങളുടെ സ്വന്തം സുരക്ഷാ നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ പക്കലുള്ള താഡ്, പേട്രിയറ്റ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികൾ തുറന്നു കാട്ടപ്പെട്ടതോടെ അന്താരാഷ്ട്ര ആയുധ വിപണിയിലും ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ശതകോടികൾ വിലമതിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾക്ക് സാങ്കേതികമായി എത്രത്തോളം പ്രതിരോധം തീർക്കാനാകുമെന്ന ചോദ്യം ശക്തമാവുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പുതിയ നീക്കം വെറുമൊരു താൽക്കാലിക വിജയമല്ല, മറിച്ച് ദീർഘകാലമായി അവർ ആസൂത്രണം ചെയ്ത ഏഷ്യൻ മധ്യപൂർവേഷ്യൻ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമാണ്. വൻകിട ശക്തികളുടെ സൈനിക സാന്നിധ്യത്തെ തടുക്കാൻ കുറഞ്ഞ ചെലവിൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുക എന്ന തത്വമാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആധുനിക യുദ്ധമുറകളെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും അതേസമയം തന്നെ അത്ഭുതപ്പെടുത്തുന്ന തന്ത്രങ്ങളും എപ്രകാരം ഒരു വൻ ശക്തിയെ പ്രതിരോധത്തിലാക്കാമെന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുന്നു. പരമ്പരാഗത യുദ്ധസങ്കല്പങ്ങളെ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് മിസൈൽ രംഗത്ത് ഇറാന്റെ ഈ മുന്നേറ്റം. നിലവിലെ സാഹചര്യത്തിൽ മേഖലയിൽ വീണ്ടും ഒരു വൻ പോരാട്ടത്തിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. തങ്ങളുടെ തകർന്ന സുരക്ഷാ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ അമേരിക്കൻ സഖ്യസേന ശക്തമായ തിരിച്ചടിക്ക് തയ്യാറെടുക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കാൻ ഇടയാക്കും. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗവും സൈനിക തന്ത്രജ്ഞരും ഇറാൻ മിസൈൽ പ്രഹരശേഷിയെയും ആക്രമണ രീതികളെയും കുറിച്ച് വിശദമായ പഠനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. താഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ റഡാർ ശേഷിയും സോഫ്റ്റ്വെയറുകളും
അടിയന്തരമായി നവീകരിക്കാനുള്ള നടപടികൾ വാഷിംഗ്ടൺ ആരംഭിച്ചതായാണ് വിവരം. ഇറാന്റെ മിസൈൽ തന്ത്രങ്ങൾ അമേരിക്കയുടെ സൈനിക ഘടനകളെ കാറ്റിൽ പറത്തുകയും പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര സൈനിക ബന്ധങ്ങളിലും വലിയ അഴിച്ചുപണികൾക്ക് ഈ സംഭവം കാരണമാക്കുമെന്നതിൽ സംശയമില്ല.